എൻ്റെ പേര് ജുബി ജെയിൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മിയും എൻ്റെ 2 കുഞ്ഞുങ്ങളുമാണ്. ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു, എന്നെ ഈ തിരുവൽത്താരയിൽ കയറി നിർത്തി സാക്ഷ്യം പറയാൻ സാധിച്ചതിന്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 ഡിസംബർ 21 ആണ്. പക്ഷേ കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉടമ്പടിയിൽ നിന്നെല്ലാം മാറിപ്പോയെങ്കിലും ഞാൻ വീണ്ടും അത് പുതുക്കി 2022 മെയ് 8 വീണ്ടും റിന്യൂ ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ആത്മീയമായിട്ടുള്ള ആ ഒരു വിശദീകരണവും ജീവിത നവീകരണവും എനിക്കുണ്ടായി. ഞാനൊരു BSc നേഴ്സാണ്. ഞാൻ 2019 മുതൽ OET ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു 5th ടൈം ആദ്യം അറ്റൻഡ് ചെയ്തു. എനിക്ക് റീഡിങ് ഭയങ്കര ടഫായിരുന്നു. അത് ഞാൻ എത്ര എഴുതിയാലും എനിക്ക് 340 വന്ന് നിൽക്കും. അതിനപ്പുറത്തേക്ക് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 5th ടൈം എഴുതി കഴിഞ്ഞപ്പോഴാണ് ന്യൂസിലൻഡിൽ അപ്ഡേറ്റ്സൊക്കെ വന്നു, പോയ മൊഡ്യൂൾ മാത്രമായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓർത്തു എന്നാൽ അങ്ങനെ ചെയ്യാം. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു IT ഫീൽഡിലാണ്, ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. അപ്പം ഹസ്ബൻഡിനും കുറച്ചുകൂടെ ജോലി മേഖലയിലൊക്കെ കിട്ടുന്നത് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ആയത് കാരണം ആ രീതിയിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ പോയ മൊഡ്യൂൾ മാത്രം എഴുതാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ റീഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെങ്കിലും ആ ടൈമിൽ എനിക്ക് റീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും എനിക്ക് ആ ഒരു മൊഡ്യൂള് കിട്ടിയില്ല. അന്നേരം എൻ്റെ ഈ വലിയ മോന് 5.5 വയസ്സായിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഓർത്തു, ഇനിയും ദൈവനിശ്ചയം അടുത്ത ഒരു കുഞ്ഞെന്നുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ പോകാം, ദൈവത്തിൻ്റെ ഇഷ്ടമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ എക്സാംസ് എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു. ഒരു 6-7 മാസം ഞങ്ങൾ അങ്ങനെ നോക്കിയെങ്കിലും എനിക്ക് കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. ലാസ്റ്റ് 10 ഇയറായിട്ട് ഞാൻ മെഡിസിൻ എടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവിടെ ബാംഗ്ലൂർ തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു PCOD ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. 1 മന്തിലേക്കുള്ള മെഡിസിൻ ഡോക്ടർ തന്നു. മെഡിസിൻ എടുത്തിട്ട് നോക്കിയിട്ടും കുഞ്ഞായിട്ടില്ല. അപ്പം ഞങ്ങൾ ഓർത്തു ഇനിയും മെഡിസിൻ എടുത്തിട്ടും ആവുന്നില്ല, അപ്പോൾ എന്നാൽ ഒന്നും കൂടെ എക്സാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ തവണ ഞാൻ എക്സാമിന് പോയത് അങ്ങനെ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു. നേരത്തേൻ്റെയൊക്കെ ഓർമ്മ വെച്ചിട്ട് ഞാൻ പോയി എക്സാം എഴുതി ഞാൻ നമ്മുടെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു. വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് കയറി. നമ്മുടെ വിശുദ്ധ ഉപ്പാണെങ്കിൽ ഞാൻ എക്സാമിന് കയറുന്നതിന് മുന്നേ എൻ്റെ എക്സാം ഹോളിന് പുറത്തും എക്സാം ടേബിളിലും എല്ലാം ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടാണ് ആ ഉപ്പ് കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ OET റീഡിങ്ങിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾക്ക് OETയുടെ എ പാർട്ട് നമ്മൾക്ക് 20 ആൻസേഴ്സ് വിത്തിൻ 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിന് മുന്നേയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയ ടൈമിൽ പോലും എനിക്കത് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ടൈമിൽ ഞാൻ വിത്തിൻ 11 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ വായിച്ച് പാസേജിലേക്ക് നോക്കുമ്പോഴത്തേന് ആൻസേഴ്സ് എല്ലാം എനിക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നത്. അങ്ങനെ ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഞാൻ വെച്ച് ഈ ക്ലോക്ക് തെറ്റായിരിക്കും, അല്ലാണ്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല ഇങ്ങനെ വിത്തിൻ 11 മിനിറ്റ്സിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കാരണം അതിനും കുറേ വർഷങ്ങളായിട്ട് ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ലാസ്റ്റ് ഞാൻ ബാക്കി ടൈം വെച്ചിട്ട് ഒന്നും കൂടെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയപ്പം എൻ്റെ അതെല്ലാം കറക്റ്റാണ്. അപ്പോൾ എനിക്ക് 100% ഷുവറാണ് ആ 20 മാർക്സ് എനിക്ക് അവിടെ കിട്ടുമെന്നുള്ളത്. പക്ഷേ B പാർട്ടും C പാർട്ടും എനിക്ക് കുറച്ച് ടഫായിരുന്നു. C പാർട്ട് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ വെറുതെ കറക്കി കുത്തി ടൈം തീരാൻ പോയപ്പോഴത്തേന് വെറുതെ ഇങ്ങനെ ABCD ഇങ്ങനെ മാർക്ക് ചെയ്ത് അങ്ങനെ പോയി. റിസൾട്ട് വന്നപ്പോൾ അത്ഭുതകരമായിട്ട് എനിക്ക് കിട്ടേണ്ട സ്കോറിനേക്കാട്ടിൽ കൂടുതൽ കിട്ടി. ഞാൻ റീഡിങ് പാസ്സായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ന്യൂസിലൻഡിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ മൂവ് ചെയ്തു. അപ്പം ഞാൻ ഓർത്തു, ദൈവം ഉദ്ദേശിക്കുന്ന ഇനിയും ജോലി കിട്ടിയിട്ട് കുഞ്ഞെന്നുള്ള രീതിയിലാണ്. കാരണം എക്സാം ക്ലിയർ ആയല്ലോ, അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി. പക്ഷേ ഞാൻ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഏജൻസിക്കാരെ എല്ലാം വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയിട്ടിരിക്കുകയാണ്. ആക്റ്റീവായിട്ടുള്ളൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കൺസൾട്ടൻസിക്കാർ പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ആയത് കാരണം അവിടെയാണ് പഠിച്ചത്. ഞാൻ കർണാടക നഴ്സിംഗ് കൗൺസിൽ എൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ഇഷ്യൂസ്, അവർ സർട്ടിഫിക്കറ്റ് 4-5 മാസമായിട്ട് ആർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ പുറകെ കുറേ നടന്നു. 4 to 5 മന്ത് എൻ്റെ വേസ്റ്റ് ആയിപ്പോയി. കുറേ കൺസൾട്ടൻസിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾക്ക് പോകാനേ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായിപ്പോയി. ഈ ഒരു OET ക്ലിയർ ആവാൻ ഞാൻ 4-5 വർഷം കൊണ്ടാണ് അതൊന്ന് ക്ലിയർ ആയി എടുത്തത്. എന്നിട്ട് അത്രയും എത്തിയിട്ട് എനിക്ക് വീണ്ടും തടസ്സമാണല്ലോ ദൈവമേ എന്ന് അപ്പം ഞാൻ ഉദ്ദേശിച്ചു.
അന്നേരമാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ കേരളയുടെ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് എക്സ്പയർ ആണ്, പക്ഷേ അത് റിന്യൂ ചെയ്യാൻ കൊടുത്താൽ വിത്തിൻ 1 മന്തിനുള്ളിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചൊവ്വാഴ്ചത്തെ. ആ സമയത്ത് വിളിച്ച് എന്തായി ചേച്ചി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ആ കൺസൾട്ടൻസിക്കാർ പറയുന്നേ, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ആ കുട്ടി എനിക്കൊരു നമ്പർ തന്നിട്ട് പറഞ്ഞു ഞാനൊരു ഏജൻസി തരാം, അന്നേരം എനിക്ക് ആ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിച്ച് ദൈവനിശ്ചയമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കൺസൾട്ടൻസിക്കാർ ഓരോന്ന് പറഞ്ഞ് പൈസ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് അവസാനം പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു യാതൊരു കുഴപ്പമില്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ എൻ്റെ കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അത് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ വെറുതെ എടുത്ത് വെച്ചതാണ്. ഇപ്പോഴാണ് റൂള് വന്നത് അറ്റ് എ ടൈം നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആക്റ്റീവായിട്ടിരിക്കാൻ പാടില്ല. അന്ന് അങ്ങനെ ഒരു റൂൾ ഇല്ലാത്ത സമയത്ത് ഞാൻ എടുത്തു വെച്ചാൽ. ഇപ്പം എനിക്ക് മനസ്സിലായി അന്ന് എന്നെക്കൊണ്ട് എന്തിനാണ് ദൈവം അത് എടുത്തു വെപ്പിച്ചതെന്ന്. പിന്നീടാണ് എനിക്കത് വ്യക്തമായത്. അങ്ങനെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, CGFNS സബ്മിറ്റ് ചെയ്തു. അത് അപ്പോൾ കൺസൾട്ടൻസിക്കാർ പറഞ്ഞു 2 to 3 മന്ത് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 29, 2024 ഡേറ്റ് ഇട്ടു. അതിൽ നമ്മുടെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് ബ്ലെസ് ചെയ്ത് ഞാൻ രാവിലെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പ്രാർത്ഥിച്ച് 28 ഫെബ്രുവരിയിൽ എൻ്റെ CGFNS കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, പെട്ടെന്ന് തന്നെ പേപ്പർ വർക്ക് ആകുന്നുണ്ടല്ലോ എന്ന്. ഡിക്ലറേഷൻ ഫോമാണ് നെക്സ്റ്റ് വരേണ്ടത്, DL. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ആ സമയത്ത് ഞങ്ങൾക്കിങ്ങനെ ഈ ന്യൂസിലൻഡിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലപ്പം ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് കേസ് മാനേജറിനെ കിട്ടാനും DL കിട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഡിലേ ആണ്, 8 to 9 months ഒക്കെ എടുക്കുന്നു എന്ന്. അന്നേരം ഞാൻ ഓർത്ത് കർത്താവേ വീണ്ടും ഇനിയും പരീക്ഷണമാണല്ലോ എന്നുള്ള രീതിയിലേക്ക് വന്നു. ആ സമയത്ത് എൻ്റെ ഈ മോന് അവൻ ഇച്ചിരി സൈലൻ്റാണ്, ഇച്ചിരി സ്പീച്ച് ഡിലേ ഒക്കെ ഉണ്ട്. ആ സമയത്ത് കുഞ്ഞിൻ്റെ സമ്മർ വെക്കേഷൻ ടൈം ആയപ്പോൾ അവന് സ്കൂളിൽ സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. സമ്മർ ക്യാമ്പ് ആയപ്പം ഞാനൊരു നീതു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയെ പരിചയപ്പെട്ടു. അവർ ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള, ഞാൻ ഇന്നേ അവരെ കണ്ടിട്ടില്ല, എന്നെ നേരത്തെ പരിചയമുള്ള രീതിയിൽ അവർ എൻ്റെ അടുത്ത് കുറേ നേരം അവിടെ ഇന്ന് സംസാരിച്ച് പറഞ്ഞു സെക്കൻഡ് ഒരു ചൈൽഡ് ആയാൽ ഇവൻ ഭയങ്കര ആക്റ്റീവ് ആകുമെന്ന് പറഞ്ഞു. അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ബിക്കോസ് എൻ്റെ അടുത്ത് നേരത്തെ ഒത്തിരി പേരൊക്കെ അടുത്തൊരു കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അന്നേരം ഒന്നും തോന്നാത്ത ആ ഒരു ഇതെൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. അവരുടെ മോൻ അങ്ങനെയായിരുന്നു, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. സെക്കൻഡ് ചൈൽഡ് ആയപ്പോൾ അവൻ ഭയങ്കര ആക്റ്റീവായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഈ പേപ്പർ വർക്കിൻ്റെ ഇടയ്ക്ക് ക്യാരിയിങ് ആയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഇഷ്യൂ ആകുമോ എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കൺസൾട്ടൻസിക്കാരെ വിളിച്ചിങ്ങനെ ചോദിച്ചു. അതൊരു മെയിലാണ്. എനിക്ക് ആക്ച്വലി പുള്ളിയോട് ഓപ്പണായിട്ട് ചോദിക്കാനൊരു മടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കേട്ട വഴി പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത് അയ്യോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതായിട്ട് മുന്നോട്ട് പോകും, ജോലിയൊക്കെ നമുക്ക് ഏത് സമയവും കിട്ടും, കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങൾ ഓർത്തു അതിന് മുന്നേ മെഡിസിൻ എടുത്തിട്ടും 6 to 7 months നോക്കിയിട്ടൊന്നും കുഞ്ഞായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് കാരണം ഞാൻ ഓർത്തെന്നാൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ സെയിം ഡോക്ടറിനെ തന്നെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം അന്ന് തന്ന മെഡിസിൻ തന്നെ ഞാൻ തരാം, പക്ഷേ ഇപ്പം കുറേ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യേണ്ട വരും, എന്നിട്ട് നമ്മൾക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹോർമോണൽ തെറാപ്പിയിലേക്ക് നമുക്ക് പോകാം എന്നിങ്ങനെ. അപ്പോൾ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അടുത്തൊരു കുഞ്ഞ് വേണം എന്നുള്ളത്. ആ സമയത്ത് ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയി. ഡോക്ടർ തന്ന മെഡിസിൻ ഞാൻ പകുതി ദിവസം പോലും കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് അടുത്ത മാസം മെയ് മാസമാണ് മാതാവിൻ്റെ മാസമാണ്, എനിക്കൊരു കുഞ്ഞിനെ അമ്മ ഈശോയോട് ചോദിച്ച് തന്നേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ലേറ്റ് ആവും തോറും എൻ്റെ പേപ്പർ വർക്ക് അടുത്തുകൊണ്ടിരിക്കും. പിന്നീട് ഞാൻ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. എൻ്റെ കുഞ്ഞ് ക്യാരിയിങ് ആയത് കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം എനിക്ക് ഉണ്ടാകരുത്. അത് കാരണം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഈ മാസം തന്നെ ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച്. അപ്പം ഞാനൊരു ദമ്പതികളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു. അവർ വിശുദ്ധ തൈലം വരട്ടി കുരിശ് വരച്ച് കൊന്ത വെച്ച് പ്രാർത്ഥിച്ച് അവർക്കൊരു കുഞ്ഞിനെ ഈശോ കൊടുത്തെന്ന്. ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ വയറത്ത് കുരിശും വരച്ചിട്ട് നമ്മുടെ കൃപാസനത്തിലെ കൊന്ത എൻ്റെ കയ്യിലുണ്ട്, അതെനിക്ക് ഭയങ്കര ഒരു ശക്തി, അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു.
അത്ഭുതം എന്ന് പറയട്ടെ, ആ മാസം 31 ഞാൻ എന്നിട്ട് 13th ഞാൻ ഡെയിലിയുള്ള കുർബാനയ്ക്ക് പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ നാളെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും താങ്ക്സ് പറയാനായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 31-ാം തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റ് 3 മണിയുടെ പ്രെയർ കഴിഞ്ഞു. 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പോസിറ്റീവാണ്. അത് ഇത്രയും നാൾ മെഡിസിൻ എടുത്തിട്ടോ ഒന്നും സാധിക്കാത്ത സംഭവം എനിക്ക് അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നതാണ് ആ കുഞ്ഞിനെ. എന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊന്നും പറയാൻ ഞാൻ നേരെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നത് ഇങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്നുള്ള കാര്യം. പിന്നീടാണ് വീട്ടിലൊക്കെ ഞാനത് അറിയിച്ചത്. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി പീരീഡ് ഇങ്ങനെ പോന്നു. പേപ്പർ വർക്ക് ഒരു സൈഡിൽ കൂടെ പോന്നു. ഞാൻ പേപ്പർ വർക്കിനെ കുറിച്ച് അത്ര ടെൻസ്ഡ് അല്ല, കാരണം എൻ്റെ ഡെലിവറി ഡേറ്റ് വരുന്നത് January 26, 2025 എനിക്ക് ആ ഒരു സമയത്തേന് എൻ്റെ പേപ്പർ വർക്കൊക്കെ ആയാൽ മതി എന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ ഒക്ടോബർ ഒരു ലാസ്റ്റ് ആയപ്പോഴത്തേന് കൺസൾട്ടൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ഡിക്ലറേഷൻ ഫോം റെഡി ആയിട്ടുണ്ട്, ഇനി IQN എന്ന് പറഞ്ഞൊരു എക്സാം വേണം എഴുതാനായിട്ട്. അതിന് ഞാൻ പെട്ടെന്ന് 1 month പ്രിപ്പറേഷനിലിരുന്ന് ഫുൾ ക്യാരിങ് ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് കുറച്ച് നടുവേനയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ വിശുദ്ധ തൈലവും നമ്മുടെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കും, പഠിക്കുന്നതിന് മുന്നേ പഠിച്ച് കഴിഞ്ഞിട്ടും എല്ലാം. എന്നിട്ട് ഞാൻ ആ നേർച്ച വസ്തുക്കളൊക്കെ ആയിട്ട് പോയി എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ IQN എക്സാം ഞാൻ ക്ലിയറായി. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഓസ്കി എക്സാം. അത് ന്യൂസിലൻഡിൽ പോയി എഴുതേണ്ട ഒരു എക്സാമാണ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ December 5, 2024 ഈ IQN കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഓസ്കിക്ക് ബുക്ക് ചെയ്തു. കാരണം എൻ്റെ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞ് ഞാൻ March 26, 2025 എന്നുള്ളൊരു ഡേറ്റ് എടുത്തു ഓസ്കിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുണ്ടായാൽ 1.5 മാസമേ ആകുന്നുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ഡേറ്റ് എടുക്കാൻ കാരണം March 30 എൻ്റെ വലിയ മോൻ്റെ സ്കൂൾ അടയ്ക്കും. അപ്പം മദറിൻലോ വേണം കുഞ്ഞിനെ നോക്കാൻ നാട്ടിൽ നിന്ന് വരാൻ. അപ്പം മമ്മിക്ക് 2 കുഞ്ഞുങ്ങളെയും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുഞ്ഞിന് സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ പോയി എക്സാം എഴുതിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു 10 ഡേയ്സിന് വേണ്ടിയിട്ട് ന്യൂസിലൻഡിൽ പോകാനുള്ള പ്രിപ്പറേഷൻ എല്ലാം ചെയ്തു. എനിക്ക് പഠിക്കാൻ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെയും കൂടെ വെച്ച്. മമ്മി എൻ്റെ എക്സാമിന് ഒരു 3 weeks മുന്നേ വന്നു. ആ ടൈമിലാണ് ഞാൻ ഇരുന്ന് നോട്ട്സ് എഴുതുന്നതും പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം എൻ്റെ കൂടെ എക്സാമിന് വരുന്നവരെല്ലാവരും മാസങ്ങളോളം പ്രിപ്പയർ ചെയ്ത് പോയി എഴുതുന്ന ഒരു എക്സാം ഫീ തന്നെ നമുക്ക് 1.75 lakhs ആണ്. പിന്നെ ടിക്കറ്റ്, വിസ എല്ലാം കൂടെ ആയിട്ട് നമുക്കൊരു 3 to 4 lakhs ചിലവ് വരുന്നുണ്ട്. അങ്ങനെയായിട്ട് ഞാൻ ആ എക്സാമിന് പോയി കുഞ്ഞിനെ ഇട്ടിട്ട്. അതിൽ അനുഗ്രഹം എന്ന് വെച്ചാൽ 1.5 മാസമുള്ള കുഞ്ഞിനെ ഇട്ടേച്ച് പോകുമ്പോൾ മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ്, എങ്ങനെ ഞാൻ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യും, കുഞ്ഞാണെങ്കിൽ ബോട്ടിൽ ഫീഡ് പോലും ആ സമയത്തേനാകില്ലല്ലോ എന്നൊക്കെ മമ്മിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നും വിളിക്കുമ്പോൾ പറയുമായിരുന്നു. പക്ഷേ അവിടെയും ദൈവം എന്നെ കരുതി. എൻ്റെ കുഞ്ഞ് പ്രീ ടൈം ബേബിയാണ്. 35 weeks 33 days ബിഫോർ എൻ്റെ കുഞ്ഞ് ഡെലിവറായി. ഡോക്ടർ പോലും അത് എക്സ്പെക്റ്റ് ചെയ്തില്ല. അതിന് 2 days മുന്നേ എനിക്ക് ചെക്കപ്പ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഏതായാലും ജാനുവരി ഒരു 2nd week വരെ ഒന്നും ആകത്തില്ല, അത് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് മമ്മി വന്നാൽ മതി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന 2nd day നൈറ്റിൽ കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് ലീക്കായി ഹോസ്പിറ്റലിൽ പോയി. നാട്ടിൽ നിന്ന് ആരും എത്തിയിട്ടില്ല, എൻ്റെ ഹസ്ബൻഡും വലിയ മോനും മാത്രമേ ഉള്ളൂ. രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഡയലേറ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ എൻ്റെ BP ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് 60 to 40 ആയി. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ ഭയങ്കര ഹൈ ആയി, 180, 200 ആ ഒരു റേഞ്ചിലേക്ക് പോന്നു. എനിക്ക് ബ്ലഡ് SB കുറച്ച് കുറവായിരുന്നു. പിന്നെ പെയിൻ സ്റ്റാർട്ട് ആവുന്നില്ല, ഫ്ലൂയിഡ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു മേ ബി ഒരു എമർജൻസി LSCS എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ആദ്യത്തെ എൻ്റെ നോർമൽ ഡെലിവറിയാണ്, നാട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, ഹസ്ബൻഡും കുഞ്ഞും തന്നെയുള്ളൂ, എങ്ങനെ ഇവർ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. അതുപോലെ കുഞ്ഞ് പ്രീ ടൈം ആയത് കാരണം 2 kg ബിലോ ആണെങ്കിൽ NICUയിൽ എടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ സമയം എന്നെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം അവരുടെ യൂണിഫോമും ഒക്കെ ഇടിപ്പിച്ച് എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ചപ്പോൾ ഞാൻ എല്ലാം ഊരിക്കൊടുത്തു. പക്ഷേ എൻ്റെ അടുത്തുനിന്ന് നമ്മുടെ കൃപാസനത്തിൽ ജപമാല ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഇത് ഞാൻ തരില്ല, ഇതാ എൻ്റെ ശക്തി, ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ബാംഗ്ലൂരിലായത് കാരണം അവർക്ക് എല്ലാ സ്റ്റാഫുമാർക്കും അവർക്കറിയണമെന്നില്ല കൃപാസന മാതാവിൻ്റെ ഈ ജപമാലയെക്കുറിച്ചുള്ള ശക്തി. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ധൈര്യം, ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അവിടെ കിടന്ന് എത്ര ജപമാല ചൊല്ലിയെന്ന് അറിയത്തില്ല.
അപ്പോൾ ആ സ്റ്റാഫുമാർ പറഞ്ഞു, ചേച്ചി ഇത് കയ്യിൽ പിടിച്ചാൽ പെയിൻ വരുമ്പോൾ ചേച്ചി തന്നെ ഇത് താഴെ ഇടും, ഇവിടുത്തെ ഹൗസ് കീപ്പിംഗുകാർക്കൊന്നും അറിയില്ല ഇത് എന്നാണെന്ന്, അവരത് അടിച്ചു വാരി ഡസ്റ്റ്ബിന്നിലിടുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്ത് വന്നാലും ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ആ ഭയങ്കര പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഞാൻ വേഗം അതെടുത്ത് എൻ്റെ കയ്യിലേക്ക് ചുറ്റിയിട്ടു. എൻ്റെ കയ്യിൽ നിന്ന് അത് പോകരുതല്ലോ എന്ന് വിചാരിച്ച് അവിടെ കിടന്ന് ഞാൻ കുറേ കൊന്ത ചൊല്ലി. പെട്ടെന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടും കുഞ്ഞിനോടും അവർ പറഞ്ഞു, 10 o'clock കഴിഞ്ഞ് ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ, നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും റൂമിലാണ്, ഞാൻ ഒറ്റയ്ക്ക് ലേബർ റൂമിലും. പെട്ടെന്ന് എനിക്ക് പെയിൻ സ്റ്റാർട്ടായിട്ട് ഡയലേറ്റൊക്കെ ആയി. പെട്ടെന്ന് ഡെലിവറായപ്പോൾ കുഞ്ഞ് 2.4 kg. കുഞ്ഞിന് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നില്ല, എനിക്കും കോംപ്ലിക്കേഷൻ ഇല്ലായിരുന്നു. വിത്തിൻ 3 daysനുള്ളിൽ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. അപ്പം അവിടെയും ദൈവം എന്നെ കരുതി. കാരണം ഞാൻ 1.5 മാസമുള്ള കുഞ്ഞിനെ ഇട്ടിട്ട് പോകണമല്ലോ എന്നുള്ള വിഷമം വന്ന് എനിക്ക് ഞാൻ എക്സാമിന് പോകുമ്പോൾ കുഞ്ഞിന് 2.5 മാസമുണ്ട്. അന്നേരം മമ്മിക്ക് ഇച്ചിരി കൂടെ ഒരു ധൈര്യമായി, കുഞ്ഞിനെ അറ്റ്ലീസ്റ്റ് ഒന്ന് പിടിക്കാനുള്ള പരുവത്തിലേലും കിട്ടിയല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ എക്സാമിനായിട്ട് പോയി. എൻ്റെ എക്സാം ഈ ഒരു എക്സാം എന്ന് വെച്ചാൽ 10 പേര് എഴുതിയാൽ 2 പേര്, അല്ലെങ്കിൽ മാക്സിമം 3 പേര്, അത്രയും നമ്മൾ പാസ്സാവത്തുള്ളൂ. ഇത്രയും ലക്ഷങ്ങൾ മുടക്കി നമ്മൾ അവിടെ പോയി തിരിച്ച് വന്നേച്ച് സെക്കൻഡ്, തേർഡ് അറ്റംപ്റ്റ് 3 അറ്റംപ്റ്റേ ഉള്ളൂ ഈ ഒരു എക്സാമിന്. പലരും 3rd അറ്റംപ്റ്റ് വരെ ക്ലിയർ ആകാതെ ഇതാകുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഞാനാണെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് പോയി. അത്ഭുതമെന്ന് പറയട്ടെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ ഓസ്കി ക്ലിയറായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. അവർക്കെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം. അവരുടെ ഒരു കെയറാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്. നമ്മൾ ഇന്ത്യയെ പഠിച്ച് ഇന്ത്യയെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ന്യൂസിലൻഡിൻ്റെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കെയർ കൊടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ചലഞ്ചായിട്ടുള്ളൊരു സംഭവമാണ്. മോക്ക് ടെസ്റ്റ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കണ്ടക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇയാൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ല, ഫേസിൽ ആ ഒരു പേടിയുണ്ട്, ഇങ്ങനെയൊന്നും അപ്പിയർ ചെയ്താൽ പോരാന്ന്. പക്ഷേ എക്സാമിന് എനിക്ക് 10 സ്റ്റേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ എൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം വിസ ഡിക്ലെയർ ചെയ്തപ്പോഴേ അവർ പറഞ്ഞു റിലീജിയസ് ഐറ്റംസ് ഒന്നും തന്നെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന്. കാരണം ഈ യൂറോപ്യൻ കൺട്രിയിൽ അവരുടേതായിട്ടുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ എൻ്റെ അന്ന് എക്സാമിന് ഇടേണ്ട യൂണിഫോമിൻ്റെ പാൻറ്റിൽ നമ്മുടെ നേർച്ച വസ്തുവായ വിസ ഉപ്പ് കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടു. ആരെങ്കിലും പോക്കറ്റിൽ കൈയിട്ടാൽ പോലും കിട്ടരുതെന്നുള്ള രീതിയിൽ. അതുപോലെ ഒരു കുഞ്ഞി കാശ് രൂപ, ഉടമ്പടി കാശ് രൂപ ഇച്ചിരി വലുതല്ലേ, അപ്പോൾ അത് ഇവർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അതുകൊണ്ട് കുഞ്ഞി കാശ് രൂപ ഉണ്ടായിരുന്നു, അത് എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ എന്നിട്ട് ആ എക്സാമിന് അപ്പിയർ ചെയ്തു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാനല്ല അവിടെ പ്രസൻറ്റ് ചെയ്തത്. കാരണം എനിക്ക് പഠിച്ചാൽ എന്തെങ്കിലും ഞാൻ പറയും, അതല്ലാണ്ട് ഉണ്ടാക്കി പറയാനായിട്ടുള്ളൊരു ടാലൻ്റ് ഉള്ള വ്യക്തിയല്ല ഞാൻ. ഞാൻ ഈ 10 സ്റ്റേഷൻസ് ഭയങ്കര എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി അത് ഞാനല്ല പറഞ്ഞേന്ന്. എനിക്ക് പ്രിപ്പയർ ചെയ്തതിനേക്കാളും പുതിയ പോയിൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എൻ്റെ മനസ്സിൽ. ആ ഒരു രീതിയിൽ ഞാൻ 10 സ്റ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്തു. എങ്കിലും ജയിക്കും എന്നുള്ളൊരു ഉറപ്പില്ല. കാരണം അവരുടെ ക്രൈറ്റീരിയ എന്താണെന്ന് എനിക്കറിയില്ല. അവർ ഡിസ്ക്ലോസ് ചെയ്തില്ല നമ്മളുടെ അടുത്ത് അവരുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഒത്തിരി പേര് ഫെയിലാകുന്നു, അത്രേ നമുക്കറിയുന്നുള്ളൂ. അപ്പം അത്രയ്ക്ക് തന്നെ ഫെയിലിയർ റേറ്റ് ഉള്ള ഒരു എക്സാമിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടെ എൻ്റെ കൂടെ വന്ന്, അത് ഇവിടെയല്ല ന്യൂസിലൻഡിൽ എൻ്റെ കൂടെ വന്ന് എന്നെ പാസ്സാക്കി. അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. ആ എക്സാം ക്ലിയർ ആയതോടുകൂടെ, അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ പോകണമെങ്കിൽ കുഞ്ഞിനെ ഇട്ടിട്ട് പോകണം, ഇത്രയും ലക്ഷം വീണ്ടും ചിലവാക്കണം. അങ്ങനെയൊന്നും ഒരിട വരുത്താതെ ഞാൻ ക്ലിയറായി. എന്നിട്ട് ഞാൻ ന്യൂസിലൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. വിത്തിൻ 1 വീക്കിനുള്ളിൽ എൻ്റെ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എനിക്ക് ക്ലിയറായി വന്നു. അത് വെച്ചിട്ട് ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു. ഇപ്പോൾ എനിക്ക് 2 കൺട്രിയുടെയും നഴ്സിംഗ് രജിസ്ട്രേഷൻസ് എനിക്ക് ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ജോലിയായിട്ടില്ല, കുറേ അപ്ലൈ ചെയ്തു, റിജക്ഷനാണ്. എന്നാലും എനിക്ക് സങ്കടമില്ല. കാരണം ബിഗ് സീറോയിൽ കിടന്ന് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല. ഞാൻ എൻ്റെ ഓസ്കിയുടെ റിസൾട്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞത് എൻ്റെ കഴിവല്ല, ഈശോയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഞാൻ പാസ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയച്ചത് അങ്ങനെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിവിടെ പറയുന്നെങ്കിൽ എൻ്റെ ഫാമിലിയിലോ എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ നൈബേഴ്സിനോ ആർക്കും അറിയില്ല ഞാൻ ഈ ഒരു എക്സാം എഴുതിയ കാര്യം. കാരണം എനിക്ക് ഇവിടെ വന്ന് ഇത് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം മറ്റുള്ളവരോട് പറയണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അങ്ങനെ ഈശോയും അമ്മയും തന്ന വലിയ കൃപയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്
ഞാൻ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് പത്രം വാങ്ങിച്ചിട്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഞാൻ ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ പത്രങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ട് പോകുന്നത്. അത് ഞാൻ അവിടെ പോയി പള്ളികളിലൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കും. കാരണം മലയാളീസിനറിയാം കൃപാസനം എന്ന് പറഞ്ഞാൽ, പക്ഷേ മറ്റ് സ്റ്റേറ്റിലുള്ളവർക്കൊന്നും അത്ര അറിയില്ല. അപ്പോൾ അവരോട് പറഞ്ഞാണ് ഞാനത് അവർക്കെല്ലാം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ ബാംഗ്ലൂരിൽ തന്നെ അടുത്ത് ഓൾഡ് ഏജ് ഹോമും പിന്നെ ആണെങ്കിൽ ഈ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയി അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എനിക്കിപ്പോൾ ഡെലിവറി ആയി കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം അച്ഛനൊരിക്കലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു കാരുണ്യപ്രവൃത്തിയാണെന്നുള്ളത്. അപ്പം ഞാൻ OET പഠിച്ചിട്ടുണ്ട്, IQN പഠിച്ചു, OSCE പഠിച്ചു. ഞാൻ OSCE ക്ലിയർ ആയപ്പോൾ തന്നെ എനിക്ക് അറിയാൻ മേലാത്ത കുറേ കുട്ടികൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. ആ ഗ്രൂപ്പിൽ എൻ്റെ ലിസ്റ്റ് വന്നു എൻ്റെ പേര്. എന്നിട്ട് എക്സാമിനെ കുറിച്ചുള്ള ടിപ്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. കുഞ്ഞിനെ വെച്ച് എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവരുടെ ഫുൾ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്ത് ഞാൻ അങ്ങനെ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു. പിന്നെ ആരെന്ത് സഹായം എൻ്റെ അടുത്ത് ചോദിച്ചാലും ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിൽ പോലും ഞാനതെങ്ങനെയെങ്കിലും റെഡിയാക്കി അവർക്ക് കൊടുക്കും. എൻ്റെ കൂടെ എക്സാമിന് വന്ന ചേച്ചിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ചേച്ചിക്ക് ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് എന്നോട് ചോദിക്കാനും മടി. അങ്ങനെ ചേച്ചി എക്സാമിന് പോകുന്നില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരുന്ന സമയത്ത് ചേച്ചിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു. കടമായിട്ടാണെങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെയും ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് അച്ഛൻ പറയും നമ്മൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. അതെനിക്ക് ആദ്യം അത്രയങ്ങ് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ എന്താ ഈശോയ്ക്ക് തന്നാൽ എന്നുള്ളൊരു രീതിയായിരുന്നു. പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്തല്ല, ഈശോ ക്രമപ്പെടുത്തി നടത്തിയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം അത് കാരണം എനിക്ക് ജോലി ആയിട്ടില്ല, പക്ഷേ എനിക്ക് സങ്കടമില്ല. കാരണം ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം എനിക്ക് അത് തരുമെന്ന് എനിക്ക് 100 അല്ല 101% എനിക്ക് ഉറപ്പാണ്. ആത്മീയമായിട്ടുള്ള വിശദീകരണം, ഡെയിലിയുള്ള വിശുദ്ധ കുർബാന, അതുപോലെ കുംഭസാരം, കുടുംബ പ്രാർത്ഥന, ഇതിലൊക്കെ ഈശോ എന്നെ ഒത്തിരി ഉയർത്തി. ഒരു ദിവസം എൻ്റെ പ്രെയർ മുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അയ്യോ ഇന്ന് പ്രാർത്ഥിച്ച് ആ ഒരു കുറ്റബോധമൊക്കെ എനിക്ക് വന്നു. നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലേ ആ ഒരു രീതിയായിരുന്നു. അതിൽ നിന്നെല്ലാം ദൈവം എന്നെ ഒത്തിരി ഉയർത്തി. അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം. ആത്മീയമായിട്ട് എനിക്ക് ഉയരാനായിട്ട് സാധിച്ചു. എനിക്ക് ബാക്കി തന്ന നന്മയെക്കാട്ടിലും അതാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തരുന്നത്. അപ്പോൾ ഈശോയും അമ്മയും നൽകി ഈ കോടാനുകോടി നന്ദികൾക്ക് കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ജൂബി ജെയിൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച തുടർച്ചയായ സമയച്ചുരുക്കത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. സഹോദരി പറയുന്നുണ്ട്, 5 തവണ OET എഴുതി പരാജയപ്പെട്ടതിന് ശേഷം പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്ത് തൻ്റെ കഴിവ് കൊണ്ട് സാധിക്കാത്തത് അമ്മയുടെ കൃപയാൽ, ഈശോയുടെ സംരക്ഷണയാൽ അത് ജയിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആദ്യമൊന്ന് ഉടമ്പടി എടുത്ത് അല്പമൊന്ന് ഉഴപ്പിപ്പോയെങ്കിലും രണ്ടാമത് പുതുക്കിയെടുത്ത് ആ ഉടമ്പടി ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുവാൻ തീരുമാനിക്കുന്നത്. ആ ഉടമ്പടി എടുത്ത് OETക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ പലപ്പോഴും ഒന്നും പഠിക്കുവാൻ ഏറെയുണ്ട്, പലതും മനസ്സിലാവുന്നില്ല. ഉടമ്പടി ജീവിതത്തിൽ അമ്മയിൽ ശരണപ്പെടുത്തി ആ വിഷയങ്ങൾ മുഴുവനും സമർപ്പിച്ച് മകൾ പോകുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, OETയുടെ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അവിടെ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതൊരു അമ്മയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അടയാളമാണ്. കാരണം അമ്മ കൂടെയുണ്ടെന്നും ഏറ്റവും ശരിയായ ഇതിലേക്ക് കണ്ണും നോട്ടവും എത്തണമെന്നും നമുക്കത് അമ്മ കാണിച്ചു തരുന്ന വഴികൾ നമുക്കത് കൃത്യമായി പരീക്ഷ എഴുതുന്ന മക്കൾക്ക് മനസ്സിലാവും. അതുപോലെ OSCE എഴുതുമ്പോഴും സഹോദരി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഉണ്ടാക്കി പറയുവാനൊന്നും അറിയുന്ന ഒരാളല്ല, പക്ഷേ ഓരോ ചോദ്യത്തിനും പുതിയ പുതിയ ആശയങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരികയും അത് സുന്ദരമായി അവതരിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്തു. അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കളുടെ ബലത്തിലാണ് ആ പരീക്ഷ, ചിലവേറിയ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ
കുഞ്ഞിനെ പിറവി കൊടുത്തതിൻ്റെ തൊട്ടടുത്ത നാളുകളിൽ ഞാൻ പോയതുപോലും ഒരു ക്ലേശമില്ലാതെ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, പകപ്പുമില്ലാതെ അമ്മ മാതാവ് തന്നെ എനിക്ക് ഓരോന്നും എനിക്കിങ്ങനെ ചോദിച്ച ഓരോ 10 സ്റ്റേഷൻസിനും വേണ്ടതൊക്കെയും ഒന്നിനു പുറകെ ഒന്നായി നൽകിക്കൊണ്ട് ആ പരീക്ഷയും എനിക്ക് എഴുതുവാൻ സാധിച്ചു വന്ന. അങ്ങനെ ആ പരീക്ഷയുടെ വിഷയങ്ങളെല്ലാം പറയുമ്പോൾ സവിശേഷമായിട്ട് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അമ്മ ഇടപെട്ടുകൊണ്ട് ശരിയായ ഉത്തരങ്ങളിലേക്കും വേണ്ട കാര്യങ്ങൾ പങ്കുവെക്കുന്നതിലേക്കും എത്തിക്കുന്നതിന് മകളെ സഹായിച്ചുവെന്ന് സൂചിപ്പിച്ചു. അത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൃത്യമായി കൈമാറുന്ന ഒരു സാക്ഷ്യമാണ്. രണ്ടാമത്തത് സഹോദരി പറയുന്നുണ്ട്, ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് മകളുടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ശരിയായി കിട്ടിയത്. അത് ബാംഗ്ലൂരിലെയും കർണാടകയുടെയും കേരളയുടെയും രജിസ്ട്രേഷൻ കയ്യിലുണ്ടായിരുന്നു. രണ്ടും എക്സ്പയറായി. കർണാടകയിൽ പഠിച്ചതുകൊണ്ട് അവിടെ പോയി അന്വേഷിക്കുമ്പോൾ അത് അത്ര പെട്ടെന്ന് നടക്കില്ല എന്നാണ് അറിഞ്ഞതും ഏറെ ഗുലുമാലുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് വെറുതെ കേരളയിൽ നിന്ന് എടുത്തത്. അന്ന് എടുക്കുമ്പോൾ യാതൊരു പ്രയോജനവുമില്ല, ഒന്നും കരുതിക്കൊണ്ട് എടുത്തതുപോലുമല്ല. അന്ന് വെറുതെ ലൈസൻസ് എടുത്ത് വെച്ചത് ഒരെണ്ണം മാത്രമേ ഇന്ന് ഹോൾഡ് ചെയ്യുവാൻ പറ്റുള്ളൂവെന്നും അതുകൊണ്ട് കേരള അപ്ലൈ ചെയ്യുമ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട്, ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് സഹോദരിക്ക് ആ കേരളയുടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ലൈസൻസ് അത് റിന്യൂ ചെയ്ത് കിട്ടിയതിൻ്റെ സാക്ഷ്യം സൂചിപ്പിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഏതു വലിയ വിഷയത്തെയും നിസ്സാരമായി നമുക്ക് വേണ്ടി ചുരുങ്ങിയ സമയത്തിൽ അനുഗ്രഹമാക്കി മാറ്റുന്നതിൻ്റെ അടയാളമാണ് സഹോദരി വാക്കുകളിലൂടെ പങ്കുവെച്ചത്. പിന്നീട് ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള ആഗ്രഹത്തെ സൂചിപ്പിച്ചു. അത് കുഞ്ഞിനെക്കുറിച്ച് ആഗ്രഹിച്ച് ഒത്തിരി നാളായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഫലമണിയുന്നില്ല. മരുന്ന് കഴിച്ചു, ഫലമണിയുന്നില്ല. പിന്നീട് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള പ്രോസസ്സിലേക്ക് ചെല്ലുന്നു. അവിടെ ഇനി ക്യാരിങ് ആകാൻ പറ്റുമോ എന്ന സംശയവും അത് തടസ്സമാകുമോ എന്ന പ്രശ്നങ്ങളുമൊക്കെ ഉദിക്കുന്നുണ്ട്. അപ്പോൾ ഏജൻസിക്കാർ, അതുപോലെ കണ്ടെത്തിയ മറ്റൊരു വ്യക്തി, അവരൊക്കെയും കുഞ്ഞിനെക്കുറിച്ചാണ് സംസാരിച്ചത്. മൂത്ത കുട്ടി കുറേ കൂടി ഒന്ന് ആക്റ്റീവാകുന്നതിന് ഒരു കുഞ്ഞുകൂടെ വന്നാൽ അത് ഉപകാരപ്പെടുമെന്ന സന്ദേശം അത് കൃത്യമായി കൈമാറുകയാണ്. എന്താണോ കുടുംബത്തിൽ ദമ്പതികൾ വിചാരപ്പെടുന്നത്, ആ വിചാരപ്പെട്ട വിഷയങ്ങളെ മറ്റു വ്യക്തികളിലൂടെ വെളിപ്പെടുത്തുകയാണ്. അതാണ് അമ്മ മാതാവിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത. നമ്മൾ രഹസ്യമായിട്ട് അമ്മ മാതാവിനോട് സംസാരിക്കുന്നൊരു വിഷയം, പ്രാർത്ഥിക്കുന്നൊരു നിയോഗം, അതിന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് പുറത്തു നിന്ന് നമ്മളെ അറിയാത്തവർ, നാമുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ നമ്മളോടത് അനുകൂലമായി അല്ലെങ്കിൽ ആ മേഖലയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു സന്ദേശം കൈമാറ്റപ്പെടുന്നുവെന്നാണ്. മകൾ പറയുന്നുണ്ട്, ആ 2 റെസ്പോൺസിനെ വല്ലാതെ എനിക്ക് ഒരു പ്രചോദനമായിരുന്നു. ഒന്ന്, ഒരു കുട്ടുകാരി പരിചയപ്പെട്ടത് പറഞ്ഞത്, അത് ഒരു കുഞ്ഞുകൂടെ ഉണ്ടെങ്കിൽ മൂത്ത കുട്ടി കൂടുതൽ ഉന്മേഷവാനാകുമെന്ന്. വീണ്ടും ഏജൻസിയിൽ നിന്ന് കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുന്നുവെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ കാര്യമായി ചിന്തിക്കുക, ജോലി എപ്പോൾ വേണമെങ്കിലും കിട്ടുമെന്നുള്ള ഒരു മറുപടി അതെന്നെ കൂടുതൽ സഹായിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ഇത് അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ ഏതൊരു നിയോഗം നമ്മൾ സമർപ്പിക്കുമ്പോഴും അത് പ്രശ്നം ഏറെയുള്ളതാവട്ടെ, ഭാരപ്പെടുത്തുന്നതാവട്ടെ, പരിശ്രമിച്ച് പരാജയപ്പെട്ട് നിൽക്കുന്നതാവട്ടെ, നാം അത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഉടമ്പടി ജീവിതത്തെ നാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അത് വിശ്വസ്തത കൊണ്ട് ദൈവത്തിന് സ്വീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമുക്കതിനെ ബലപ്പെടുത്തി കഴിയുമ്പോൾ ഓരോ വിഷയങ്ങളും വേഗത്തിൽ അമ്മ മാതാവ് സഹായിക്കുന്നത് കാണുവാനാകും. സഹോദരി പറയുന്നുണ്ട്, ഞാൻ ഉദരത്തിൽ കുരിശടയാളം വരച്ച് മുട്ടിൽ നിന്നുകൊണ്ട് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ഞാനത് ജപമാല, കൃപാസനത്തിൻ്റെ ജപമാല ചേർത്ത് പിടിച്ച് ചൊല്ലിക്കഴിഞ്ഞ് ആ 2-3 ദിവസം കഴിഞ്ഞ് ഞാനിത് പരിശോധിക്കുമ്പോഴുണ്ട് ഞാൻ ഗർഭിണിയാണെന്ന സന്തോഷം അറിഞ്ഞുവെന്ന്. പിന്നീടും സഹോദരി ചേർത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പരീക്ഷകളും അതിൻ്റെ ഇൻ്റർവ്യൂസുമൊക്കെ അടുത്തു വരുമ്പോൾ ഈ ഡെലിവറിയുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതെന്താകുമെന്ന്, പ്രതിസന്ധിയാകുമോ എന്ന് ആദ്യമൊക്കെ എല്ലാവരും ആലോചിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തപ്പോഴും എനിക്കുറപ്പുണ്ടായിരുന്നു ഈ 2 വിഷയവും മാതാവിൻ്റെ ഇടപെടലാണ്. എൻ്റെ പ്രഗ്നൻസി ആവട്ടെ, എൻ്റെ അതുപോലെ തന്നെ ഈ വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സാവട്ടെ, അതിൻ്റെ പരീക്ഷകളാവട്ടെ, 2ഉം മാതാവിൻ്റെ ഇടപെടലിലൂടെ എനിക്കത് അനുവദിച്ച് നൽകിയത് കൊണ്ട്, മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ളത് കൊണ്ട് എല്ലാം ക്രമീകരിക്കുമെന്നാണ് മകൾ പറയുന്നുണ്ട്. 33 ദിവസം മുൻപേ ഒരു കുഞ്ഞിനെ പിറവി കൊടുക്കുവാൻ സാധിച്ചുവെന്ന്. ചെറിയൊരു കാര്യമല്ല. അമ്മമാർക്കറിയാം, അത്ര നേരത്തെയൊന്നും ഒരു ഡെലിവറി നോർമലായി അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ ലഭിക്കുന്ന രീതിയിൽ ലഭിക്കാൻ
കഴിയാറില്ല. സഹോദരി പറയുന്നുണ്ട്, എൻ്റെ അമ്മ മാതാവ് എനിക്ക് സമയം ചുരുക്കി ഡെലിവറി അനുവദിക്കുകയും എൻ്റെ കുഞ്ഞിന് 2.5 മാസം എത്തിക്കഴിയുമ്പോൾ പരീക്ഷ എഴുതുവാൻ പോകുവാൻ എന്നെ സഹായിക്കുകയും സഞ്ചാരി മാതാവ് അവിടെയുള്ള പരീക്ഷാ സമയം മുഴുവനും കൂടെ നിന്ന് എന്നെ സഹായിച്ച ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് പൂർത്തീകരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു വന്ന പ്രിയമുള്ളവരെ, ഇങ്ങനെ നിരനിരയായി അടുക്കി ഇങ്ങനെ ദൈവം കൂടെ നടന്ന് കൈപിടിച്ച് അമ്മ മാതാവ് സംരക്ഷിച്ച് അനുഗ്രഹിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഈ സഹോദരി പങ്കുവെക്കുന്നത്. എത്ര അനുഗ്രഹങ്ങളാണ് എത്രയോ പരീക്ഷകൾ, എത്രയോ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ, വലിയ വിഷയങ്ങൾ സഹോദരി നിസ്സാരമായി ദൈവം ഇടപെട്ട് അത് സഹായിച്ചു കൊടുക്കുന്നതിനെ പങ്കുവെച്ച് തരുന്നു. അതുകൊണ്ട് നമുക്ക് ഉറച്ച ശരണത്തോടുകൂടി അമ്മയുടെ കരങ്ങളിൽ ജീവിത വിഷയങ്ങളെ ഏൽപ്പിക്കാം. സമയം സഹോദരി സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സമയമുണ്ട്, അത് അനുഗ്രഹിക്കുന്ന സമയമാണ്. ദൈവത്തിന് ഇടപെടുവാൻ സന്മനസ്സുണ്ട്. നാം നമ്മുടെ ജീവിതം ക്ലിയർ ആക്കുമ്പോൾ, വൃത്തിയാക്കുമ്പോൾ ദൈവം ഇടപെട്ട് ഇത്ര നാളായി നടക്കാതിരുന്നത് വേഗത്തിൽ ഒരുക്കി തന്നുകൊണ്ട് ഞാൻ കൂടെയുണ്ട്, ധൈര്യമായി മുന്നോട്ട് പോകുമെന്ന് നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് നൽകുവാൻ എപ്പോഴും സന്നദ്ധനാണ്. ഈശോയ്ക്ക് ചേർന്ന വിധം ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഓരോ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.